ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കേരളത്തിൽ ദേശീയപാത വികസനം നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാടായ കായംകുളത്തിലൂടെയും കായംകുളത്തെ ദേശീയപാതയുടെയും പുനർനിർമ്മാണം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10-20 വർഷമായിട്ട് കായംകുളത്തിൻ്റെ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലാണ്. നാല് ടേമുകളായിട്ട് MLA ആയിട്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് കായംകുളം നഗരസഭ ഭരിച്ചിരുന്നത് LDF ആണ്. അതുപോലെ കഴിഞ്ഞ 5 വർഷം ആലപ്പുഴ കായംകുളം അടങ്ങുന്ന ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MP ആയിട്ടിരുന്നത് CPMൻ്റെ MP ആണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളായിക്കോട്ടെ, അതെല്ലാം ഭരിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, എല്ലാം ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കായംകുളത്തിൻ്റെ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ഇത്തരം സുപ്രധാനമായ വികസനം, ഹൈവേ വികസനം വരുമ്പോൾ കായംകുളത്തിൻ്റെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന ഒരു ഹൈവേ, ആ ഹൈവേയുടെ അലൈൻമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുവാനും അത് എങ്ങനെയാണ് കായംകുളത്തിൻ്റെ വികസനത്തിന് കൂടുതൽ മുന്നോട്ട് പോകുന്ന രീതിയിൽ അത് എങ്ങനെയാണത് പ്ലാൻ ചെയ്യേണ്ടതെന്നും, സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണല്ലോ, LDF ആണല്ലോ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും LDFൻ്റെ മന്ത്രിയാണല്ലോ, CPMൻ്റെ നേതാവാണല്ലോ. അപ്പം അവരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് DPR എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള വികസനം കായംകുളത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇവർ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കായംകുളത്തിൻ്റെ ഹൈവേയിൽ നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ ജില്ലയിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം തൂണിൽ തീർത്ത പില്ലർ എലിവേറ്റഡ് ഹൈവേ വന്നു എന്നിരിക്കെ കായംകുളത്ത് മാത്രം അതെന്തുകൊണ്ട് വന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ കാരണക്കാർ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. ആ കാരണക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇപ്പോൾ കായംകുളത്തെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന, നിലവിൽ MLA കൂടെയായിട്ടുള്ള 3-ാം തവണ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് U പ്രതിഭ എന്ന് പറയുന്നവർ. കേവലം സ്കൂളിൻ്റെ കെട്ടിടം പണിഞ്ഞതുകൊണ്ടോ, അംഗനവാടി കെട്ടിടം പണിഞ്ഞതുകൊണ്ടോ, അതല്ലെങ്കിൽ റോഡ് പുനർനിർമ്മിച്ചതുകൊണ്ടോ, പാലം പുനർനിർമ്മിച്ചതുകൊണ്ടോ മാത്രം ഒരു MLAയുടെ പണി തീരുന്നില്ല. അതൊക്കെ 140 മണ്ഡലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി നോർമലായിട്ട് എല്ലാ സർക്കാരുകളും MLAമാർക്ക് നൽകുന്ന തനത് ഫണ്ട് അതിനുവേണ്ടിയുണ്ട്. എന്നാൽ ഇത്തരം സുപ്രധാനമായ ഒരു വികസനം, ഒരു നാടിനെ മുന്നോട്ട് നയിക്കേണ്ട ഒരു വികസനം, അതായത് മറ്റൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഹൈവേ പൊളിച്ച് പണിഞ്ഞ് വേറെ രീതിയിൽ പണിയാൻ കഴിയത്തില്ല. അപ്പോൾ കാലങ്ങളായിട്ട് വരും തലമുറയ്ക്ക് കൂടി വേണ്ടി നമ്മൾ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട ഒരു വികസന പദ്ധതി കായംകുളത്തൂടെ കടന്നു പോകുമ്പോൾ അതെങ്ങനെയാണ് കായംകുളത്ത് വേണ്ടത് എന്നുള്ളതിൻ്റെ യാതൊരു വിഷനോ ദിശാബോധമോ അതിനെക്കുറിച്ച് ചിന്താശേഷിയോ ഇല്ലാത്ത ഒരാളുകളാണ് കായംകുളത്തിൻ്റെ ഭരണ നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര ആളുകളെ നമ്മൾ ജയിപ്പിക്കണോ വേണ്ടത് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കായംകുളത്തിൻ്റെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് വന്നുകൊണ്ടിരുന്ന ആ പാതകൾ, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള, ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള ഒരു ജംഗ്ഷനാണ് MSM കോളേജ് ജംഗ്ഷൻ അല്ലെങ്കിൽ ONK ജംഗ്ഷൻ എന്ന് പറയുന്നത്. ONK ജംഗ്ഷനിലൂടെയാണ് ഐക്യ ജംഗ്ഷനിലേക്കും അതുപോലെ കണ്ടലൂർ പഞ്ചായത്തിലേക്കും മുതുകുളത്തേക്കും ആറാട്ടുപുഴ പഞ്ചായത്തിലേക്കും വലിയഴിക്കലേക്കും കൊച്ചേറിയട്ടിയിലേക്കുമൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ദിവസം കടന്നു പോകുന്ന, ഒരു മണിക്കൂറിൽ കുറഞ്ഞത് 10,000 വാഹനങ്ങളെങ്കിലും കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ് ONK ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ONK ജംഗ്ഷന് പോലും വീതി കുറഞ്ഞ അടിപ്പാതയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ KSRTC ജംഗ്ഷൻ, പിന്നെയുള്ളത് പുത്തൻകുടി ജംഗ്ഷനിലാണ്, പിന്നെയുള്ളത് രാമപുരത്താണ്, പിന്നെയുള്ളത് മുക്കടയിലാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു അണ്ടർപാസ് മാത്രം അനുവദിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് കായംകുളം MSM കോളേജ് മുതൽ KSRTC ജംഗ്ഷനോ ടെക്സ്മോ ജംഗ്ഷൻ വരെയെങ്കിലും എലിവേറ്റഡ് ഹൈവേ അനുവദിച്ചിരുന്നെങ്കിൽ കായംകുളം ടൗണിൻ്റെ ആ ഒരു പിന്നോക്കാവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി സമരം ചെയ്ത ആളുകളെ ആക്ഷേപിക്കുകയും അവരെ മോശക്കാരാക്കുകയും അവരെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്ത ഒരു MLA ആണ് അവർ വീണ്ടും കായംകുളത്തുകാരെ അങ്ങനെ പുച്ഛിച്ച് കിടന്ന ഒരാളാണ് വീണ്ടും കായംകുളത്തുകാരോട് എന്നെ വീണ്ടും വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നമ്മൾ ചിന്തിക്കുക, ഇത്തരം ഒരാളെ നമ്മളിനി വിജയിപ്പിക്കണം. കാരണം കായംകുളത്തിൻ്റെ കിഴക്കൻ പ്രദേശത്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും അതുപോലെ മിനി സിവിൽ സ്റ്റേഷനും നഗരസഭയും ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനും തുടങ്ങിയ ഒട്ടുമിക്ക MSM കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാർക്കറ്റും എല്ലാം കായംകുളത്തിൻ്റെ കിഴക്കൻ പ്രദേശത്താണ്. അപ്പോൾ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇനി അത് നോർമലി നമ്മൾ വന്നുകൊണ്ടിരുന്ന പോലെ വരുവാൻ സാധിക്കത്തില്ല. ഹൈവേയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ അണ്ടർപാസിലെ തിരക്കുകൾ താണ്ടി വേണം ഈ സ്കൂൾ കുട്ടികളടക്കം, നടന്നു പോയിക്കൊണ്ടിരുന്ന സ്കൂൾ കുട്ടികളടക്കം ഇനി കിലോമീറ്ററുകൾ കറങ്ങി അണ്ടർപാസ് വഴി കയറിയിട്ട് വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോകാൻ.
അതിനിടയ്ക്ക് നൂറുകണക്കിന് വാഹനങ്ങളും മറ്റും ആവശ്യക്കാരുമൊക്കെ വരും. കായംകുളം പട്ടണത്തിലേക്ക് പോകുന്ന ചരക്ക് വാഹനങ്ങൾ അതെല്ലാം കൂടിയാകുമ്പോൾ വലിയ ഗതാഗതക്കുരുക്കിലേക്കാണ് കായംകുളം പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കായംകുളത്തേക്ക് വികസനങ്ങൾ വരികയില്ല. ഇത്തരം വരുന്ന വലിയ വ്യവസായങ്ങളോ സ്ഥാപനങ്ങളോ ഒക്കെ അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടാവും. അപ്പം ഇത്രയൊരു അവസ്ഥയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരായ ആളുകളെ ഇനിയും നമ്മൾ വിജയിപ്പിക്കണമെന്നുള്ളത് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന കമൻറ്റുകൾ സഹാക്കന്മാർ ചോദിക്കാൻ പോകുന്നത് KC വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞാൽ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരുമെന്നാണല്ലോ പറഞ്ഞത്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്രത്തിൽ ഭരണം മാറിയില്ല, കേന്ദ്രം BJP തന്നെ ഭരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് ഉണ്ടായത്. എങ്കിൽ പോലും അദ്ദേഹം ആദ്യമായിട്ട് ആരിഫ് MP ചെയ്യാത്ത കാര്യം, അദ്ദേഹം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പ്രത്യേക സബ്മിഷനായിട്ട് ഉന്നയിച്ച് കായംകുളത്തിൻ്റെ വിഷയം ഉന്നയിച്ചു. നിതിൻ ഗഡ്കരി, കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന് ഉറപ്പ് നൽകി. കൂടാതെ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു. അതെല്ലാം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം കായംകുളത്ത് മാറ്റമുണ്ടാകുന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ നിലവിലെ കായംകുളത്തിൻ്റെ ഭരണ നേതൃത്വം എന്ന് പറയുന്ന ആളുകൾ, മുൻപ് ഇതിനു വേണ്ടി ശ്രമിക്കാത്ത ആളുകൾ, സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിൻ്റെ ശ്രമഫലമായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് തട്ടുകേടാണ്. അതായത് മകൻ ചത്താലും വേണ്ടിയില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന ചിന്താഗതിയോട് കൂടി ഈ ഒരു വികസന പദ്ധതിയെ അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തെ ഒരിക്കലും വരാൻ പാടില്ലെന്ന രീതിയിൽ ഇതിന് തുരങ്കം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഹൈവേ പണി എത്രയും വേഗം പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ സമരം ചെയ്തതും, അതുപോലെ MLA പ്രസ്താവന നടത്തിയതും, മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ കണ്ടതെല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. അപ്പം ആ രീതിയിൽ പോലും ഇതിന് തുരങ്കം വെച്ച ആളുകളാണ് ഇപ്പോൾ വീണ്ടും വോട്ട് ചോദിച്ച് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇത്തരം ആളുകളെ ഇനി നമ്മൾ വോട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമല്ല, നമ്മൾ നാടിനെ സ്നേഹിക്കുന്ന, കായംകുളത്തെ സ്നേഹിക്കുന്നു. കാരണം ഇത് വരും തലമുറയോട് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ഒരു അപരാധമാണ് ഈ ഒരു ഹൈവേ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ആളുകളും ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് മാത്രം പറയുകയാണ്.